നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും ഓണത്തിൻ്റെ ശേഷിപ്പുകളുണ്ട്, ഓർമ്മകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ പ്രധാനം തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലെ തിരുവോണ നാളിലെ ഓണവില്ല് സമർപ്പണമാണ്. ആ വിശേഷം കാണാം. താമ്രപർണിയാറും കോതയാറും പറളിയാറും ഭക്തിപൂർവ്വം തൃക്കാൽ വണങ്ങി ഒഴുകുന്ന പത്മനാഭ സന്നിധിയാണ് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപ് പണി കഴിക്കപ്പെട്ട ക്ഷേത്രം. ശ്രീപത്മനാഭസ്വാമി കിഴക്കോട്ട് പള്ളി കൊള്ളുമ്പോൾ ആദികേശവ പെരുമാൾ പടിഞ്ഞാറോട്ട് അനന്തശായിയാണ്. തിരുവോണ നാളിലെ ആചാരങ്ങളിലും സാമ്യമുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തിരുവോണ നാളിൽ ആദികേശവ പെരുമാളിനുമുണ്ട് ഓണവില്ല് സമർപ്പണം. പക്ഷേ വില്ലിന്റെ രൂപത്തിലും എണ്ണത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഈ വില്ല് ഒന്ന് വന്നിട്ട് തിരുവാമ്പാടി കിഷനും ഒന്ന് ആദികേശവ പെരുമാളിൻ്റെ ചിത്രവും വരച്ച് അങ്ങനെ രണ്ട് വില്ലുകൾ അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം അങ്ങനെ ചുറ്റമ്പലത്തിൽ വരുമ്പോൾ നമ്മളതിനെ കൊണ്ട് അവരെ കാൽക്ക് സമർപ്പിക്കും. വ്രതനിഷ്ഠയോടെ ചുമതലപ്പെട്ട കുടുംബക്കാരാണ് തിരുവട്ടാറിലും വില്ല് വരച്ച് തയ്യാറാക്കുന്നത്. നാട് കാണാനെത്തുന്ന മഹാബലി ചക്രവർത്തിക്ക് മഹാവിഷ്ണു ദർശനം നൽകുന്നതിന്റെ പ്രതീകമാണ് ഓണവില്ല്. തിരുവോണ ദിവസം വാമന ചക്രവർത്തി വരുമ്പോൾ അയാൾക്ക് എൻ്റെ മൊത്ത രൂപത്തിനെയും വില്ല് വടിവത്തിൽ ചെതുക്കി അയാൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന നൽകും. അങ്ങനെ അതിൻ്റെ ഇതിലാണ് വിശ്വകർമ്മ അവതാരത്തിന് അതിന് ചിത്രമായിട്ട് വരച്ച് അവർക്ക് ദൈവത്തിൻ്റെ കാലിൽ സമർപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം തിരുവോണ നാളിൽ പുലർച്ചെയാണ്. എന്നാൽ ആദികേശവ പെരുമാളിന് വൈകിട്ടാണ് ഓണവില്ല് സമർപ്പണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.